ഹായ്. നമ്മുടെ നാട്ടിൽ ധാരാളം എ.ടി.എം മെഷീനുകളുണ്ട്. ബാങ്കിന്റെ നൂലാമലകളിൽപ്പെടാതെ പണം പിൻവലിക്കുന്നതിന് എ.ടി.എമ്മുകൾ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് പണം നിക്ഷേപിക്കുന്നതിനായി ധാരാളം സി.ഡി.എം മെഷീനുകളും സാർവത്രികമാകുന്നു. എന്നാൽ സി.ഡി.എം മെഷീനുകളിൽ പണം നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആദ്യമായി നമ്മുടെ എ.ടി.എം കാർഡ് മെഷീനിൽ ഇൻസേർട്ട് ചെയ്യുക. ഭാഷ സെലക്ട് ചെയ്യുക. അപ്പോൾ പിൻ നമ്പർ എൻ്റർ ചെയ്യുന്നതിനായി പറയും. പിൻ നമ്പർ എൻ്റർ ചെയ്യുക. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് സ്ക്രീനിന്റെ രണ്ട് ഭാഗത്തുമായി ഒരു ഭാഗത്ത് വലതുഭാഗത്ത് എ.ടി.എം ട്രാൻസാക്ഷൻസ് എന്നും ഇടതുഭാഗത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് എന്നും വരും. ഇവിടെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യാം. ഈ സമയത്ത് ഓൺ അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്നും തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് എന്നും രണ്ട് ഓപ്ഷനുകൾ വരും. അതിൽ ഓൺ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ്. പ്രൊസീഡ് ചെയ്യുക. ഈ സമയത്ത് പണം നിക്ഷേപിക്കുന്നതിനുള്ള ട്രേ തുറന്നു വരും. പണം നിക്ഷേപിക്കുക. പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് ക്ലോസ് ആവും. ഇപ്പോൾ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ കൺഫേം ചെയ്യുക. അതിന് താഴത്ത് ആഡ് മോർ ഉണ്ട്. വീണ്ടും പണം നിക്ഷേപിക്കണമെങ്കിൽ ആഡ് മോർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ സ്ലിപ്പ് വരും. അതിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ ഈ ട്രയൽ നിക്ഷേപിക്കുന്നത് നല്ല കറൻസികളായിരിക്കണം, അല്ലെങ്കിൽ ചില സമയത്ത് തള്ളിപ്പോകാറുണ്ട്. ഇനി കാർഡ് പിൻവലിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. വീണ്ടും കാണാം പുതിയ ഒരു വീഡിയോയുമായി.